എല്ലാ കൂട്ടുകാർക്കും കിങ്ങോസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു സീസണിൽ നമ്മുടെ എല്ലാ വീടുകളിലും കിട്ടുന്ന കാര്യങ്ങളാണ് ചക്ക, മാങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇടിച്ചക്ക കൊണ്ട് ചെറിയൊരു പുളിങ്കറി വെക്കാനായിട്ട് പോവാണ്. ഈ പാലക്കാട് സൈഡുകളിൽ പുളിങ്കറികൾ ഒരുപാട് കൂടുതലാണ്. അതായത് ഇടിച്ചക്ക പുളിങ്കറി, വെണ്ടയ്ക്ക പുളിങ്കറി, മുളക് വറുത്ത പുളി, അങ്ങനെ ഒരുപാട് അവർ പുളിങ്കറികൾ ഉണ്ടാക്കും. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇടിച്ചക്ക പുളിങ്കറി. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വരുമ്പോഴേക്കും പുളിയൊക്കെ നന്നായി കുതിർന്ന് വരും. അപ്പോൾ ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായി ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങി കിട്ടും. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, അത് കുതിരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ഇടിച്ചക്ക നന്നാക്കി എടുക്കാം കേട്ടോ. ഒരു കുഞ്ഞു കഷ്ണം ഇടിച്ചക്കയാണ്, ഇതിൻ്റെ പകുതിയാണ് ഞാൻ, പകുതി അല്ലെങ്കിൽ മുക്കാവശം അത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. ഓരോ സൈഡ് കേട് വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് നന്നായി ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മുക്കാൽ ഭാഗത്തോളം ഇടിച്ചക്ക ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായി കഴുകി എടുത്തിട്ടുള്ള ഇടിച്ചക്കയാണ്. ഇനി നമുക്ക് ഇത് കറി വെക്കാനായിട്ട് നോക്കാം കേട്ടോ. ഗ്യാസ് കത്തിച്ച് നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത്. നമ്മൾ മൺചട്ടിയിലൊക്കെ വെക്കുന്ന കറികൾക്ക് ടേസ്റ്റ് കൂടുതലാണെന്നല്ലേ പറയാം. അപ്പോൾ അത് മൺചട്ടിയിലാണ് വെക്കുന്നത്. കുക്കറിൽ വേവിച്ചെടുക്കുന്നവർക്ക് കുക്കറിലും വേവിച്ചെടുക്കാം. ഒറ്റ വിസിലടിക്കുമ്പോഴേക്കും നമ്മുടെ ഇടിച്ചക്കയൊക്കെ നന്നായി ആയി കിട്ടും. അപ്പം ഞാനിവിടെ മൺചട്ടിയിലാണ് വെക്കുന്നത്. ഇടിച്ചക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ചക്കയ്ക്ക് ആവശ്യത്തിന് വേവാനുള്ള ആവശ്യത്തിന് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ഗ്ലാസ് ഓളം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ തിളച്ച് കുറുകി വന്നപ്പോഴേക്കും കുറച്ചും കൂടി ഞാൻ വെള്ളത്തിന് ശേഷം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര 3/4 ഇടുന്നത്. കാരണം നമ്മളിതിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി തിളച്ച് നമ്മുടെ ഇടിച്ചക്കൊക്കെ നന്നായി വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇടിച്ചക്കൊക്കെ നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം നമ്മൾ പുളി ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ ഈ ഇടിച്ചക്കയിലേക്ക് ഈ പുളിയൊക്കെ നന്നായി പിടിച്ച് ഒന്ന് കുറുകിയിട്ട് വരട്ടെ. അപ്പോഴത്തേനും നമുക്ക് നമ്മുടെ അരപ്പിനുള്ള നാളികേരം ഒന്ന് ചിരകിയെടുക്കാം കേട്ടോ. ഞാൻ വേഗം ഈ കാര്യങ്ങളൊക്കെ വേഗം ചെയ്യാൻ നോക്കുകയാണ്. കാരണം ഉണ്ണി ഉറങ്ങുന്ന നേരത്താണ് കേട്ടോ നമുക്ക് കറിയും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവനെ ഉറക്കി കിടത്തിയതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ അരിയാനും നമ്മുടെ കഷ്ണങ്ങൾ അരിയാനായാലും അരപ്പിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ചെറുതായിട്ട് എണീക്കാനൊക്കെ തുടങ്ങുന്ന സമയമായിട്ടുണ്ട്. ചെറിയ കിണിങ്ങി കിടക്കുന്നുണ്ട്. അപ്പോഴത്തേനും ഞാൻ വേഗം അരപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അരപ്പിനുള്ള നാളികേരം ചിരകി ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും മോനെ എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവന് നാളികേരമൊക്കെ ചിരകുമ്പോൾ ഞാൻ ചെറുതായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എല്ലാം നമ്മൾ കൊടുക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അവന് ഇപ്പോൾ ഉറങ്ങി എണീറ്റതിന് കാരണം കഴിക്കുമല്ലോ എന്നറിയില്ല, എന്നാലും നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തിരി കൊടുക്കാമെന്ന്. അപ്പം അങ്ങനെ അവൻ ഉറങ്ങിയൊക്കെ എണീറ്റ് വന്ന് കുറച്ച് നാളികേരമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം നക്കും, പിന്നെ അവൻ തുപ്പുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവൻ അവിടെ ടി വി ഒക്കെ വെച്ച് കൊടുത്ത് അവിടെ ഇരുത്തിയിട്ട് വേണം ബാക്കി നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ വേഗം വെച്ചുണ്ടാക്കാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ അരമുറി നാളികേരം ചിരകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഈ അരപ്പ് ഇത്തിരി കളറും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അരപ്പിന് നല്ലൊരു കളറ് കിട്ടും. പിന്നെ നമുക്കിതിലേക്ക് 4-5 ചെറുള്ളി ആഡ് ചെയ്യാം. അതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഈ അരപ്പ് നന്നായി അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. നമ്മളിപ്പോൾ അരപ്പൊക്കെ അരച്ച് വന്നിട്ടുണ്ട്. ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ കറി നന്നായി പുളിയും ഒക്കെ പിടിച്ച് നന്നായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് തിളച്ച് വന്നാൽ മതി. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇരുന്ന് തിളച്ചോളും. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പും ഒക്കെ ആവശ്യത്തിന് നോക്കി ചെയ്യാം. അതിന് ശേഷം അതിലേക്ക് വറുത്തിടുകയാണ് ചെയ്തിരിക്കുന്നത്. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടിയിട്ട് വറുത്തിടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഇടിച്ചക്ക പുളിങ്കറി എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു
കറിയാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ ഇടിച്ചക്ക പുളിങ്കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.